അങ്ങനത്തെ ഒന്നും വന്നില്ലല്ലോ. അങ്ങനെ ആയത് പോകുമ്പോ എന്റെ കൂട്ടുകാരെ പറയണ്ടായി, സുനിൽ ബാബു ഇനി എന്താണ് കാണുന്നത്. അപ്പോ അതൊരു മനസ്സിൽ വല്ലാത്തൊരു പ്രശ്നം. അത് എനിക്ക് ഉണ്ടായൊരു അനുഭവം 10ാം ക്ലാസ് തിരിഞ്ഞു പോകുമ്പോ ഉണ്ടായിരുന്നൊരു കാരണം. കാരണം ഒരു ഫോട്ടോയിൽ നിൽക്കാൻ പോലും, ഫോട്ടോ എടുത്താൽ അത് നമുക്ക് കാണാനുള്ള ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നില്ല. അതൊരു അവസ്ഥ അതായിരുന്നു. ഇനിയിപ്പോ നമ്മൾ ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കുന്നുണ്ട്, പാട്ട് പാടാൻ തോന്നി പാട്ട് പാടേണ്ട ഓരോ ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നൊരു ആഗ്രഹം, ഇങ്ങനെ പാടണം, പാട്ടിലൂടെയൊക്കെ സഞ്ചരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നിന്നുപോയി. നമ്മുടെ ജീവിത പ്രശ്നങ്ങളും കാര്യങ്ങളും പിന്നെ അത്ര ഒരു ഇത് കൊടുത്തില്ല. വീണ്ടും അതൊക്കെ ആയിട്ട് വരുന്നത് ഇങ്ങനെയുള്ള നല്ല ഗ്രൂപ്പുകളിലൂടെയാണ്. അതിന് പാട്ടുപറ്റി ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവുന്നു. അതിന് പ്രത്യേകമായിട്ട് നന്ദി ഇതിലെ ഓരോരുത്തരോടും, ഓരോരോ മെമ്പേഴ്സിനോടാണ്, ഇതിലെ അഡ്മിൻസ്, കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ നമ്മളതിലേക്ക് കൊടുക്കുന്ന ഗണേശേട്ടൻ മറക്കാൻ പറ്റില്ല. കാരണം അത് കോഴിക്കോട് വിളിക്കുമ്പോഴും തന്നെ, എടാ സുനിയ ഇങ്ങനെ ഒരു പരിപാടി നീ വരണം എന്ന് പറഞ്ഞു. സാധാരണ ഇതിൽ ഭക്ഷണം നമ്മൾ നിരസിക്കുന്ന എന്നുള്ള രീതിയിൽ വന്നതാണ്. പക്ഷെ അത് വന്നപ്പോഴാണ് എത്ര ആൾക്കാരൊക്കെ ഉള്ളൊരു ബന്ധം, അത് മനസ്സിൽ വല്ലാത്തൊരു അനുഭവം. അത് ദൈവം ഈ ഒരു ദിവസം എന്നെ അവിടെ എത്തിച്ചു. അപ്പോൾ അങ്ങനെ എല്ലാവരോടും നന്ദി പറയാം. കാരണം വരില്ല എന്ന് വിചാരിച്ചിരുന്നില്ല. രാത്രി ഒരു 2 മണിയാകുന്ന ടൈമിൽ ഇങ്ങനെ ഞാൻ ഓർത്തിരിക്കണം. കാരണം എൻ്റെ സ്ഥലത്തുനിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഒരു 10-15 കിലോമീറ്റർ ആ രാത്രിയിൽ യാത്ര ചെയ്യണം ബൈക്കായിട്ട്. അപ്പോൾ റോട്ടിലാണെങ്കിൽ നിറച്ച് നായ്ക്കൾ കിടക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ. അപ്പോൾ ഞാൻ ഇറങ്ങി വരുമ്പോൾ വൈഫ് പറഞ്ഞു, ഈ നായ്ക്കളൊക്കെ ഉണ്ടാവും, നിങ്ങൾ എങ്ങനെ ഒറ്റക്ക് പോകാൻ. കാരണം എന്തെങ്കിലും ആവട്ടെ, ദൈവത്തിന് വിട്ടു കൊടുക്കുക എന്നുള്ളൊരു കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ വന്ന റെയിൽവേ സ്റ്റേഷൻ വന്നപ്പോൾ കുറ്റിപ്പുറത്ത് നിന്ന് ട്രെയിനില്ല. ഇവർ കോഴിക്കോട് നിന്ന് കയറിയ ട്രെയിന് കുറ്റിപ്പുറം സ്റ്റോപ്പില്ല. അങ്ങനെ കുറേ ഇരുന്നു. ഷൊർണൂർ വന്ന് ഇങ്ങനെ എന്താണ് പറയാൻ കാരണം എന്ന് വെച്ചിട്ട് നമുക്ക് ആ ഇഷ്ടം, അവിടെ എത്തിപ്പെടാനുള്ള ഇഷ്ടമാണ്. അത് നടന്നു. അപ്പോൾ അതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ പരിപാടികളൊക്കെ ഇനിയും ഭംഗിയായിട്ട് മുന്നേറാൻ സർവേശ്വരനോട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.